കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും സംഭവ ബഹുലമായ ഒരു പ്രചരണ കാലയളവിനു ശേഷം മൂന്ന് മുന്നണികൾക്കും ഈ വിധിയെഴുത്ത് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ജനവിധി എന്താകുമെന്ന കാര്യത്തിൽ മൂന്ന് മുന്നണികളും ഒരുപോലെ ആശങ്കപ്പെടുന്ന ഒരു ഉപതിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഒരു പൊതു തിരഞ്ഞെടുപ്പിന് തുല്യമായ വീറും വാശിയും ആണ് മൂന്ന് മുന്നണികളും കാഴ്ചവെച്ചത്. മൂന്ന് സ്ഥാനാർത്ഥികളും അങ്ങനെ തന്നെയാണ് പ്രചാരണ രംഗത്ത് സജീവമായതും. മൂന്ന് പേർക്കും UDF-നാവട്ടെ LDF-നാവട്ടെ അതുപോലെ BJP-ക്കാവട്ടെ മൂന്ന് പേർക്കും ഒരേപോലെ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന ഒരു ഉപതിരഞ്ഞെടുപ്പ് കൂടിയാണ് പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ശാന്തകുമാർ വെള്ളാലത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശാന്തകുമാർ, നേരത്തെ 88 നമ്പർ ബൂത്തിലായിരുന്നു ശാന്തകുമാർ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അവിടെ തന്നെയാണോ? അവിടെയാണെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വോട്ടെടുപ്പ് സുഗമമായി നടക്കുന്നുണ്ടോ? തീർച്ചയായും സേതു, ഞാൻ 88 നമ്പർ ബൂത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. 88 നമ്പർ ബൂത്തിൽ പോളിംഗ് 40 മിനിറ്റോളം തടസ്സപ്പെട്ടെങ്കിലും അതിപ്പോൾ പുനരാരംഭിച്ച് കഴിഞ്ഞ്, പക്ഷേ ആ ക്യൂ തുടരുന്നു. ഏകദേശം സ്ത്രീകൾ ഉൾപ്പെടെ 100ഓളം പേർ ഇപ്പോഴും ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അത് തൊട്ടപ്പുറത്തുള്ള 89 നമ്പർ ബൂത്തിൽ സാധാരണ നിലയിൽ തന്നെയാണ്, ഒട്ടും തിരക്കില്ല. പക്ഷേ 89 നമ്പർ ബൂത്തിൽ ആദ്യ മിനിറ്റുകളിൽ ഈ പോളിംഗ് തടസ്സപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ആൾക്കാർ ക്യൂ നിൽക്കേണ്ട അവസ്ഥ വന്നത്. അത് തുടരുന്നു. അതിനുശേഷം ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പോളിംഗ് 88 നമ്പർ ബൂത്തിലെ നീണ്ട ക്യൂ തുടരുക തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ സരീനും അദ്ദേഹത്തിൻ്റെ ഭാര്യ സൗമ്യ സരീനും എല്ലാം വോട്ട് ചെയ്യേണ്ട ബൂത്ത് കൂടിയാണ്. അവർ നേരത്തെ ഈ ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. പക്ഷേ ഈ മെഷീൻ്റെ തകരാറ് കാരണം അവർക്ക് വോട്ട് ചെയ്യാനായില്ല. ഏകദേശം അതിനുശേഷം രണ്ടുപേരും മടങ്ങിപ്പോവുകയായിരുന്നു. വീണ്ടും തിരക്കൊഴിഞ്ഞതിന് ശേഷം വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇവിടെ നിന്നും ഇറങ്ങിയത്. നമുക്ക് കാണാം, പ്രായമായ സ്ത്രീകൾ ഉൾപ്പെടെ യുവാക്കൾ ഉൾപ്പെടെ എല്ലാവരും ഈ ക്യൂവിലുണ്ട്. അവർ വളരെ നേരത്തെ തന്നെ വന്ന് ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. 7 മണിക്ക് പോളിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ 88 നമ്പർ ബൂത്തിൽ വലിയ ക്യൂ ഉണ്ടായിരുന്നു. അത് മെഷീൻ തകരാറായതുകൂടി അവ വർദ്ധിക്കുകയായിരുന്നു. അത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ പോളിംഗ് തടസ്സപ്പെട്ടതൊന്നും ജനങ്ങളെ വോട്ട് ചെയ്യുന്നതിന് ബാധിച്ചില്ല എന്നൊരു ഇല്ല, ഞങ്ങൾ ഇത്തിരി നേരമായുള്ളൂ. വോട്ട് ചെയ്തേ പോകുള്ളൂ. പിന്നെ എല്ലാ വോട്ടും ചെയ്യാറുണ്ട്. ഇതുവരെ വോട്ട് ഏത് കാലത്ത് തുടങ്ങിയോ അന്ന് മുതൽ ചെയ്തിട്ടുണ്ട്, വിട്ടിട്ടില്ല. ഇവിടുത്തെ രാഷ്ട്രീയ രീതികളൊക്കെ മനസ്സിലാക്കി തന്നെ വോട്ട് ചെയ്യും. നമ്മൾ പാരമ്പര്യമായി വീട്ടിലെന്താണോ ആരാണോ അതുപോലെ ഇന്ന് വരെയും പോയി. അതിനാണ് ഓരോ വോട്ടർമാരും അവർ കൃത്യമായി അവർ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് വിലയിരുത്തി തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെ അതിന് തയ്യാറാവുന്നു, അതിനുവേണ്ടി ക്യൂ നിൽക്കുന്നു. അവർ വോട്ട് ഏത് രീതിയിലാണെങ്കിലും എത്ര വൈകിയാലും വോട്ട് ചെയ്യില്ലെങ്കിൽ എത്ര കൂടുതൽ കാത്തു നിന്നാലും വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. ഈ 88 നമ്പർ ബൂത്തിൽ മാത്രമാണ് വലിയ ക്യൂ ഇപ്പോഴും തുടരുന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെഷീനിലെ തകരാറ് തന്നെയായിരുന്നു അതിൽ പ്രധാനപ്പെട്ട കാര്യം. അത് പരിഹരിക്കാൻ കഴിഞ്ഞു. ഏകദേശം 40 മിനിറ്റോളം പോളിംഗ് തടസ്സപ്പെടുകയുണ്ടായി. പോളിംഗ് തടസ്സപ്പെട്ടെങ്കിൽ മറ്റൊരു മെഷീൻ കൊണ്ടുവന്നു. ആ മെഷീനും തകരാറ് സംഭവിച്ചു. ആ മെഷീൻ്റെ തകരാറ്, രണ്ടാമത് കൊണ്ടുവന്ന മെഷീൻ്റെ തകരാറ് പരിഹരിച്ച ശേഷമാണ് പോളിംഗ് പുനരാരംഭിക്കാൻ കഴിഞ്ഞത്. അവയെല്ലാം ഇപ്പോൾ സുഗമമായി തുടരുന്നു. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്ന് തന്നെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നു. എന്തായാലും 88 നമ്പർ ബൂത്തിൽ രാവിലെ തടസ്സപ്പെട്ട പോളിംഗ്, അത് ഏറ്റവും ശ്രദ്ധേയമായത് ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ സരീൻ വോട്ട് ചെയ്യേണ്ട പോളിംഗ് ബൂത്തിൽ തകരാറ് സംഭവിച്ചു എന്നുള്ളത് തന്നെയായിരുന്നു. അവ വളരെ പെട്ടെന്ന് ഏകദേശം ഒരു 40 മിനിറ്റ് സമയമെടുത്തെങ്കിലും മറ്റ് സാങ്കേതിക ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ തന്നെ അവയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ ആണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും പോളിംഗ് പുരോഗമിക്കുകയാണ്. പാലക്കാട്ടെ വോട്ടർമാർ രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലെത്തുന്ന പതിവാണ്. അത് തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ നീണ്ട ക്യൂവിൽ നിന്നും മനസ്സിലാവുന്നത്. ഇത് അല്പം നേരം എന്തായാലും 88 നമ്പർ ബൂത്തിൽ 1 മണിക്കൂറുകളോളം ഈ ക്യൂ തുടരാൻ തന്നെയാണ് സാധ്യത. ശരി, സംഭവ ബഹുലമായ ഒരു പ്രചാരണ കാലത്തിന് ഇതാ വിരാമമാകുന്നു.